റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തയ്യാറെടുത്ത് രാജ്യതലസ്ഥാനം. പരേഡിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കർത്തവ്യപഥിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യതലസ്ഥാനത്ത് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നാളെ സായുധ സേനയുടെ ശക്തി പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന കർത്തവ്യപഥിൽ അരങ്ങേറും. അതിന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥർ, ഒപ്പം വിവിധ കലാകാരന്മാർ, സാധാരണക്കാരായ ആളുകൾ, അംഗനവാടി ടീച്ചർമാരുൾപ്പെടെ സേവനമനുഷ്ഠിക്കുന്നവർ, അങ്ങനെ നിരവധി ആളുകൾ രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം മലയാളികളായ നേവി ഉദ്യോഗസ്ഥർ ചേരുന്നുണ്ട്. നമസ്കാരം. റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളുമാണ് രാജ്യതലസ്ഥാനമുള്ളത്. എങ്ങനെയാണ് പരേഡിന്റെ റിഹേഴ്സൽ എല്ലാം പുരോഗമിച്ചത്? ഞങ്ങൾ കഴിഞ്ഞൊരു 2 മാസമായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. വളരെയധികം നന്നായിട്ട് തന്നെയാണ് ഞങ്ങളുടെ കണ്ടിജന്റിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. പല യൂണിറ്റുമായിട്ട് വന്നിട്ട് ഇവിടെ എല്ലാവരും ചേർന്ന് ഒരു സ്ഥലത്ത് താമസിച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ പരേഡ് റിഹേഴ്സൽ കഴിഞ്ഞ് ഇനി നാളത്തേക്ക് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതാണ്. സാറിൻ്റെ പേര് ഇത് ആദ്യമായാണോ റിപ്പബ്ലിക് ദിന പരേഡ് പങ്കെടുക്കുന്നത്? രണ്ടാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇവരുടെ ഇൻസ്ട്രക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടിജൻ്റെ ഫുള്ള് ടേക്ക് ചാർജും എൻ്റെ ഇൻസ്ട്രക്ടറും സീനിയർ മോസ്റ്റ് ഇൻസ്ട്രക്ടറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് ഇവിടെ. എന്താണ് പേര്? വൈഷ്ണവ്. എങ്ങനെയുണ്ട്? ഈ ആദ്യമായിട്ടാണോ റിപ്പബ്ലിക് ദിന പരേഡ് പങ്കെടുക്കുന്നത്? ഇതിൻ്റെ ഒരു ആവേശം എത്രത്തോളം ഉണ്ട്? അതെ ആദ്യമായിട്ടാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരം കിട്ടിയതിൽ. പിന്നെ NCCയിൽ ഉണ്ടാകുമ്പോൾ ആദ്യം വരുന്ന ഒരു ആഗ്രഹമാണ് ഈ ഒരു റിപ്പബ്ലിക് ഡേ പങ്കെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു നല്ല ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടുന്നു. രാജ്യം മുഴുവൻ TV-യിലൂടെ, ടെലിവിഷനിലൂടെ ഈ പരേഡ് കാണുമ്പോൾ ഭയങ്കര അഭിമാനത്തോടെയാണ് നോക്കി കാണാറുള്ളത്. അപ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫീൽ എന്താണ്? വളരെയധികം സന്തോഷമാണ്. ഞാൻ 3 വർഷമായി സർവീസ് ചെയ്യുന്നു. അതിൽ ഞാൻ ചിലിക്കയിൽ 6 മന്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് റിക്രൂട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതിനാൽ എന്നെ റിജക്റ്റ് ചെയ്തു. ആൻഡ് ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് ഫോർ ദാറ്റ്. ആൻഡ് ഫൈനലി എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. എന്താണ് ഈ പരേഡിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫീൽ? എൻ്റെ പേര് ജ്യോതിഷാണ്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നത്. ഇതുപോലെ കർത്തവ്യത്തിൽ മാസ്റ്റർ വരുന്നത് എൻ്റെ ഒരു വളരെ സന്തോഷമുണ്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണോ പരേഡ് പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതിൽ. സാറിൻ്റെ പേര്? എൻ്റെ പേര് മിഥുൻ. ആദ്യമായിട്ടാണോ പരേഡിൽ? എങ്ങനെയായിരുന്നു ഈ റിഹേഴ്സൽ ക്യാമ്പുകളും അതിൻ്റെ പരിശീലനത്തിൻ്റെ ഒരു അനുഭവം എല്ലാം? 2 മാസത്തെ പരിശീലനം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്, നല്ല അഭിമാനമുണ്ട് ഇതിൻ്റെ പാർട്ടാവാൻ കഴിഞ്ഞ RDC 25. മലയാളികളായിട്ടുള്ള നേവി ഉദ്യോഗസ്ഥരാണ് നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. അവരുടെ എല്ലാം വാക്കുകളിൽ നാളത്തെ ആ ഒരു പരേഡിനുള്ള കാത്തിരിപ്പ്, അത് എത്രത്തോളം അഭിമാനമാണ് ആ പരേഡിൻ്റെ ഭാഗമാകുന്നത് എന്ന വാക്കുകളാണ് അവരിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ കര, വ്യോമ, നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഭാരതത്തിൻ്റെ സായുധ സേനയുടെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്ന, ഒപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പരേഡായിരിക്കും ഈ കർത്തവ്യപഥിൽ അരങ്ങേറുക. അതിൻ്റെ തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി കഴിഞ്ഞു. കർത്തവ്യപഥിൽ നിന്നും മനോജ് കുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.